ഹലോ ഗൈസ്, ചിയാൻ വിക്രം നായകനായ തങ്കലാൻ സിനിമയുടെ റിവ്യൂ ആണെന്ന് പറയുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ. പാരഞ്ജിത്ത് എന്ന ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രീവിയസ് വർക്ക്സ് എല്ലാം ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള വർക്ക്സ് ആണ്. പ്രത്യേകിച്ച് സർപ്പട്ട പരമ്പര ആര്യയുടെ, പിന്നെ അദ്ദേഹത്തിന്റെ കാള, കബാലി, മദ്രാസ്, അട്ടകത്തി, അങ്ങനെ അദ്ദേഹത്തിന്റെ വർക്ക്സ് എല്ലാം തന്നെ ഒരു വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള മൂവീസ് ആണ്. ഒരു സിഗ്നേച്ചർ സ്റ്റൈലുണ്ട് പാരഞ്ജിത്ത് എന്ന ഡയറക്ടറിന്. അത് വിക്രവും അങ്ങനത്തെ ഒരു ഡയറക്ടറും കൂടെ ചേരുമ്പോൾ ഒരു നല്ലൊരു സിനിമ പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് പാരഞ്ജിത്തും പിന്നെ അതിൻ്റെയോടൊപ്പം തമിഴ് പ്രഭയും കൂടെ ചേർന്നിട്ടാണ്. പിന്നെ ഡയലോഗ്സ് എഴുതാനായിട്ട് അഴകിയ പെരിയവൻ എന്നൊരു ആളുകൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി.വി. പ്രകാശാണ്. ജി.വി. പ്രകാശും ആൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. കിടിലം വർക്ക്സ് ആണ് അദ്ദേഹത്തിന്റെ. ഒരുപാട് സിനിമാസ് ഉണ്ട് തമിഴില്. സ്റ്റുഡിയോ ഗ്രീൻ ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കാസ്റ്റ് വിക്രം, പാർവതി, മാളവിക മോഹൻ, പശുപതി, പിന്നെ ഒരു സായിപ്പാറ്റ് വന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡാനിയൽ കൽറ്റഗ്രോൺ എന്നൊരു ഫോറിനർ ഉണ്ട്. അദ്ദേഹവും അടിപൊളി ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റോറി നടക്കുന്നത് KGF, കോളാർ ഗോൾഡ് ഫീൽഡ്, ആ ഒരു സ്ഥലത്ത് ഈ ഒരു ഗോൾഡ് മൈനിങ് ഒക്കെ നടന്ന ഒരു ഗോൾഡ് ഫീൽഡ് പ്ലേസിലാണ് നടന്നത്. ഈ സ്റ്റോറി നടക്കുന്നത് കാണിക്കുന്ന 1800 സംതിങ് ഇയറിൽ കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതുപോലെ ഇതിന്റെ മുൻപോട്ടുള്ള 1600 വർഷം മുന്നോട്ടും 5th സെഞ്ചുറിയിലൊക്കെ ഈ ഒരു സ്റ്റോറിയുടെ അവിടെ എവിടെയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവം ഇതിന്റെ മേക്കിംഗ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ്. പിന്നെ സിനിമയിലോട്ട് വരുമ്പോൾ ഇതൊരു കിടിലം സിനിമയാണ്. തിയേറ്ററിക്കലി ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടി ഒരു സിനിമയാണ്. ഇതിന്റെ വിഷ്വൽസ് ആയാലും ഇതിന്റെ സ്റ്റോറി ലൈൻ ആയാലും എല്ലാം നല്ലൊരു കിടിലം എക്സ്പീരിയൻസ് തന്നൊരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരഞ്ജിത്ത് എന്നൊരു ഡയറക്ടറിന്റെ ഒരു ക്രാഫ്റ്റ് നമുക്ക് ഈ ഒരു സിനിമയിൽ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി മേക്കിംഗ് തന്നെയാണ് ഈ ഒരു സിനിമ ഹൈലൈറ്റ് ആക്കി നിർത്തുന്നത്. പിന്നെ ഇതിന്റെ സ്റ്റോറി കുറച്ച് ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കുറച്ച് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒക്കെ കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരുപാട് ഒരുപാട് നല്ല സീൻസ് ഈ സിനിമയിൽ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് പറയുന്നത്. പേഴ്സണൽ ഒപ്പീനിയൻ ആണ് തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ സ്റ്റോറി കുറച്ച് നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇൻട്രോയിൽ വരെയും നല്ലൊരു ഫാസ്റ്റ് ആയിട്ട്, ഇൻട്രോയിൽ ആയതുപോലും നമ്മൾ ശ്രദ്ധിക്കൂല, ആ ഒരു ഫാസ്റ്റിൽ സിനിമ പോകുന്നുണ്ട്. ആക്ഷൻ സീക്വൻസ് ആയാലും ഇൻട്രോവിന് ശേഷം കുറച്ച് ടൈമിൽ ഒരു അല്പം സ്ലോയിലാണ് പോകുന്നത്. അത് ലാഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു സ്റ്റോറി ആ ഒരു സ്ലോ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിക്ക് അതൊരു ലാഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ പോയി ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് പിന്നെ വൻ പരിപാടിയാണ്. കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ കുറെ ക്യാമറ എഫക്ട്സും എഡിറ്റിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വർക്ക് ആയിട്ടുണ്ട് തിയേറ്ററിൽ ഇരുന്ന്. ഇത് ഫിക്ഷണൽ ടൈപ്പ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ സിനിമ നമുക്ക് ഈ ഇതിൽ പൂർണ്ണമായിട്ട് നമുക്ക് എൻഗേജ് ചെയ്തിരുന്ന് കാണാൻ പറ്റും. ആ കാണിക്കുന്ന ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നും. ആ ഒരു രീതിക്കാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ല. നമുക്ക് ആ ഒരു സിനിമയിലോട്ട് ഇൻവേഴ്സ് ചെയ്തിരുന്ന് തന്നെ കാണാൻ പറ്റും. കറക്റ്റ് ആ ഒരു സിനിമയുടെ ആ ഒരു സീൻസിനൊത്ത് ഒഴുകി പോകുന്ന ഒരു രീതിക്കായിരുന്നു ഇതിന്റെ BGM സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാമറ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് കിഷോർ കുമാറാണ്. അദ്ദേഹത്തിന്റെ വർക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു. കാരണം ഇതിൽ കുറെ എഫക്റ്റുകളും കുറെ കാര്യങ്ങൾ ക്ലൈമാക്സിനോടൊക്കെ എത്തുമ്പോൾ കാണിക്കുന്നുണ്ട്. ഒരു കളർ ഗ്രേഡിങ് ചേഞ്ചും അതൊക്കെ ഒന്നും പറയാനില്ല. നല്ലൊരു പെർഫെക്റ്റ് വർക്കായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനിങ് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഏകാംബരം എന്ന് പറയുന്നൊരു ആളാണ് ചെയ്തിട്ടുള്ളത് കോസ്റ്റ്യൂം കറക്റ്റ്. അവരെല്ലാം നമുക്കൊരു ട്രൈബൽ ആൾക്കാരായിട്ട് തന്നെ തോന്നും. ഒരു സീനിൽ പോലും വിക്രമാണെന്നോ പാർവതിയാണെന്നോ മാളവികയാണെന്നോ തോന്നത്തേ ഇല്ല. ആ രീതിക്ക് അവരെ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു. കാരണം ഈ പെർഫോമൻസും അങ്ങനെ തന്നെയാണ്. വിക്രമിന്റെ ആയാലും പാർവതിയുടെ ആയാലും മാളവികയുടെ ആയാലും ഇവരാണിത് ചെയ്യുന്നത് നമുക്ക് ഒരു സീനിൽ പോലും തോന്നില്ല. കാരണം വിക്രമിനെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ വിക്രം വന്ന് നിൽക്കുകയാണ് ഓരോ സീനിലും. സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ട്രാൻസ്ഫർമേഷൻ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നമ്മൾ ആടുജീവിതത്തിൽ പൃഥ്വിരാജിന് കൊടുത്ത അതേ ഒരു കൈയടി കൊടുക്കേണ്ട ഒരാളാണ് വിക്രം. അത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അമ്മാതിരി ഒരു ഫിനോമിനൽ ആയിട്ടുള്ളൊരു ചേഞ്ച് ഓവർ തന്നെയാണ് വിക്രം കൊണ്ടുവന്നിട്ടുള്ളത്. അത് സിനിമയിൽ നമുക്ക് ഉടനീളം തന്നെ വിക്രമാണ് ഇതിന്റെ ഒരു ബാക്ക് ബോൺ. എല്ലാ സീൻസിലും ആൾമോസ്റ്റ് വിക്രം ഉണ്ട്. അപ്പൊ വിക്രമാണ് ഈ ഒരു സിനിമ തള്ളിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അദ്ദേഹം അത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കരിയർ ബെസ്റ്റിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഈ തങ്കലാനിലെ പെർഫോമൻസ്. പിന്നെ ഞെട്ടിച്ച ഒരു പെർഫോമൻസ് മാളവിക മോഹനാണ്. മാളവിക മോഹന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഈ ഒരു തങ്കലാൻ സിനിമയായിരിക്കും. ഫൈറ്റ്സ് ആയി കഴിഞ്ഞാലും ലുക്ക് വൈസ് ആയി കഴിഞ്ഞാലും അവരുടെ പെർഫോമൻസ് ആയി കഴിഞ്ഞാലും ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസും ഫൈറ്റും എല്ലാം ഉഗ്രനായിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു ആ മാളവിക മോഹനെ ആരും വേണ്ട രീതിയിൽ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു പാരഞ്ജിത്ത് ഡയറക്ടറാണ് ഇത്രയും കൺവിൻസിങ്ങും ഇത്രയും ഒരു കിടിലം ക്യാരക്ടർ അവർക്ക് കൊടുത്തത്.
പിന്നെ എടുത്തു പറയേണ്ടതിന്റെ എഡിറ്റിംഗ് വർക്ക്സ് ആണ്. സെൽവ ആർക്കെയാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. എഡിറ്റിങ്ങിനൊക്കെ വലിയൊരു പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. ഒരുപാട് എഫക്റ്റുകൾ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഒരുപാട് എഫക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കിടിലം വർക്കായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാവും ഈ വർക്ക്സ് എല്ലാം. പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ ഇതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫറാണ്. സ്റ്റണ്ണർ സാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും ഭയങ്കര അടിപൊളി വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് കിടിലമാണ്. എന്ന് വെച്ചാൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടൊരു സ്റ്റണ്ടാണ്. ഇടിച്ച് പറക്കുന്ന രീതിക്കൊന്നുമില്ല. എല്ലാം കമ്പും മറ്റേ കത്തിയൊക്കെ വെച്ചിട്ട് നമ്മളെ ആ ഒരു പറക്കുന്ന എഫക്റ്റ് ഒന്നും ഇല്ലാതെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളൊരു സ്റ്റണ്ടാണ്. അതുപോലെ ഓരോ അടി കൊള്ളുമ്പോൾ നമുക്ക് കൊള്ളുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു സ്റ്റണ്ട് ചെയ്തിരിക്കുന്ന ആളുടെ ഒരു വിജയം. പിന്നെ ഇവരെ ഒപ്പം എല്ലാം എടുത്തു പറയേണ്ട വേറൊരു മെയിൻ ആള് അതിന്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന ആളാണ്. ബൽദേവ് വർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മേക്കപ്പ് ഒരു രക്ഷയില്ല. മേക്കപ്പ് ഇത്രയും ആൾക്കാർ ഒരുപാട് മെയിൻ ആർട്ടിസ്റ്റുകളും ഉണ്ട്, അല്ലാതെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും എല്ലാം ഒരുപാടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരേ സെയിം മേക്കപ്പ് കറക്റ്റ് കൊണ്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. അതും ഇത്രയും വരെ ഒരുമിച്ച് മേക്കപ്പ് ചെയ്ത് കൺവിൻസിങ് ആയിട്ട് കാണിക്കുന്നു എന്നുള്ളത് മെയിൻ ഒരു ടാസ്ക് ആണ്. അപ്പൊ അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് SS മൂർത്തി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെന്റും കിടിലമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് സെറ്റും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെ തോന്നി. നമ്മൾ ആ ഒരു പ്ലേസിൽ പോയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സിനിമ ഇന്ത്യയിലൊന്നും അങ്ങനെ വന്നിട്ടില്ലാത്തൊരു കൈൻഡ് ഓഫ് സിനിമയാണ്. എല്ലാവരും ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കണം. കാരണം എല്ലാവരുടെ ആ ഒരു പെർഫോമൻസും എവരി ആക്ടേഴ്സ് ഡിഡ് ദെയർ ജോബ് വെൽ. പിന്നെ ഇതിൽ വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫിക്ഷണൽ കാര്യങ്ങളും ഒരു സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളെല്ലാം ഈ സിനിമയ്ക്ക് കറക്റ്റ് എൻഗേജ് ചെയ്ത് നമ്മളെ കൊണ്ടുപോയി. VFX നല്ല പ്രാധാന്യമുണ്ട്. VFX നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് VFXന്റെ വർക്ക് ഇല്ല, നല്ലൊരു എഫക്റ്റിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ആൾസോ നല്ലൊരു രീതിക്കാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി എൻഡിങ് വരയ്ക്കും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയൊരു സിനിമയാണ്. ഇതൊരു കിടിലം വർക്ക് തന്നെയാണ്. പാരഞ്ചത്തിന്റെ മുമ്പത്തെ വർക്കുകളോടൊപ്പം വയ്ക്കാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ്. അപ്പൊ ആകെ മൊത്തം ഈ ഒരു സിനിമ എല്ലാ മേഖലയിലും മികച്ചു നിന്നൊരു സിനിമയാണ്. സ്റ്റോറി ആയിരുന്നാലും അതിന്റെ സ്ക്രീൻ പ്ലേ ആയിരുന്നാലും ഡയറക്ഷൻ വൈസ് ആയിരുന്നാലും എഡിറ്റിംഗ് വർക്ക്സ് ആയിരുന്നാലും BGM വർക്ക് ആയിരുന്നാലും ക്യാമറ വർക്ക്സ് ആയിരുന്നാലും സ്റ്റണ്ട് കൊറിയോഗ്രഫി ആയിരുന്നാലും പെർഫോമൻസ് വൈസ് ആയിരുന്നാലും എല്ലാ മേഖലയിലും മികച്ചു നിന്നൊരു സിനിമ തന്നെയാണ്. കിടില ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരുപാട് എഫക്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നല്ല വർക്കായിരുന്നു. കാരണം സിനിമ ഒരു ക്രാഫ്റ്റ് വൈസ് ആയിരുന്നാലും ഇതൊരു ഞാൻ പറഞ്ഞ ഒരു പാരഞ്ചത്തിന്റെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ഇതിൽ കാണാൻ പറ്റും, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കാരണം അദ്ദേഹത്തിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രീവിയസ് വർക്ക്സ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും അത് കറക്റ്റ് സിനിമാറ്റിക് രീതി, സിനിമയാണ് എടുക്കുന്നതെന്നുള്ളൊരു ബോധം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് കറക്റ്റ് സിനിമാറ്റിക് രീതിയിൽ തന്നെ അത് പറഞ്ഞു പോകും. സാധാരണ ഈ ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമകൾ അത് മാത്രം സംസാരിച്ച് പ്രേക്ഷകരെ ബോറടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈയിടെ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊരു സിനിമാറ്റിക് എഫക്റ്റ് ഉള്ള രീതിയിൽ തന്നെ അദ്ദേഹം പറയും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്, നല്ലൊരു സിനിമയാണ്. പിന്നെ എടുത്തു പറയേണ്ട ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ പറയാം, വിക്രമിന്റെ പെർഫോമൻസും വിക്രമിന്റെ ആ ഒരു ഡെഡിക്കേഷനും തന്നെയാണ്. ഞാൻ ഈ സിനിമ കാണുന്നവരെ ഈ ആടുജീവിതം സിനിമ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ സംസാരിക്കും. പൃഥ്വിരാജ് അല്ലാതെ ഇനി വേറൊരാൾക്കും അതിനുവേണ്ടി മെനക്കെടയില്ല, അത് ചെയ്ത് ഫലിപ്പിക്കാനും പറ്റത്തില്ല എന്ന് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കുമ്പോൾ സംസാരിക്കുമായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമ കണ്ടില്ല, അതിലെ വിക്രമിനെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇൻകേസ് പൃഥ്വിരാജ് അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ വിക്രം തീർച്ചയായിട്ടും അത് ചെയ്ത് ഫലിപ്പിക്കാനുള്ള കഴിവ് വിക്രമിന് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായി, ഉറപ്പായിട്ട് സാധിക്കും. കാരണം ഈ സിനിമ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഈ സിനിമ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കണം. ഈ ഒരു തിയേറ്റർ വാച്ച് മിസ്സാക്കല് സിനിമ ലവേഴ്സിനായാലും നോർമൽ ഓഡിയൻസിനായാലും നല്ലൊരു കണ്ടന്റ് ഓറിയന്റഡ് സിനിമയാണ്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു.